ഹായ് ഡിയേഴ്സ്, ഫാൻസ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് കുർത്തയിൽ ഒരു ഫാബ്രിക് പെയിൻറ്റാണ് ചെയ്യുന്നത്. അത് ഒരു പഴയ വെഡ്ഡിങ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് അതിൽ പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പം വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തെല്ലാമൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. വെഡ്ഡിങ് കാർഡ്സ്, ഒരു പെയിൻറ്റിങ് ബ്രഷ്, ഫാബ്രിക് പെയിൻറ്റ്, ഒരു സ്പോഞ്ച്, ഒരു ന്യൂസ് പേപ്പർ, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ കുർത്ത. ഈ കുർത്തയിലാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നൂർത്തിയിട്ടിട്ട് നല്ലോണം ഇസ്തിരി ഇട്ടിട്ട് ചുളിവെല്ലാം പോക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടിയിൽ എവിടെയാണോ ഡിസൈൻ ചെയ്യേണ്ടത് അവിടെ ഒരു പേപ്പർ അടിയിൽ വെച്ചിട്ട് നല്ല കട്ടിക്ക് തന്നെ പേപ്പർ വെക്കണം. മറ്റേ ഭാഗത്ത് ബാക്ക് സൈഡിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സ്പോഞ്ചിൻ്റെ കഷ്ണം, ഈ സ്പോഞ്ച് കൊണ്ടാണ് നമ്മളിപ്പം പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സ്പോഞ്ച് എടുത്തിട്ട് ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സ്റ്റെൻസിൽ, ഇതാണ് നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ള സ്റ്റെൻസിൽ. ഇത് വെഡ്ഡിങ് കാർഡാണ്. അതിനെ കറക്റ്റ് അതിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ട് എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് നമ്മൾ നോക്കുക എങ്ങനെയാണ് വെച്ചാൽ ഭംഗി ഉണ്ടാവുക എന്നുള്ളത്. സ്റ്റെൻസിൽ ആദ്യം വെച്ച് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്പോഞ്ചിൽ പെയിൻറ്റ് എടുക്കുക, അപ്ലൈ ചെയ്യുക. പെയിൻറ്റിൽ വെള്ളമോ മീഡിയമോ ഒന്നും മിക്സ് ചെയ്യരുത്. കട്ടിയായിട്ട് തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പെയിൻറ്റ് തന്നെ എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പ്ലേസിൽ എന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഡിസൈൻ വെച്ച സ്ഥാനത്ത് സ്റ്റെൻസിൽ വെച്ചിട്ട് ഈ ബ്രഷ് സ്പോഞ്ച് കൊണ്ടിട്ട് അതിൻ്റെ മേലെ പ്രസ് ചെയ്യുക. ഇത്രയേ ചെയ്യാനുള്ളൂ. വളരെ വേഗം ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്യുമ്പം നീറ്റായിട്ട് ഫിനിഷിങ്ങോടുകൂടി ചെയ്യാൻ നോക്കുക. ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് മുഴുവൻ ഡിസൈൻ എടുത്ത് സ്പോഞ്ച് കൊണ്ടിട്ട് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം പതുക്കനെ എടുത്ത് നോക്കുക. അടിപൊളി, നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ആ ഫ്ലവറിൻ്റെ ഡിസൈനും കൂടി നമുക്ക് ചെയ്യാം. ഇവിടെ 3 ഫ്ലവറും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 2 ആദ്യം ചെയ്യുന്നു, പിന്നീട് 1 കൂടി ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് ഫൈനൽ ലുക്ക്. ഇതാണ് ഫൈനലായിട്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടിയിട്ട് അത് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഷോൾഡറിനും നെക്കിനും കൂടി നടുക്ക് വെച്ചിട്ട് ഒരു മടക്ക് വെച്ചിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലൈൻ വരും. ഇനി പതുക്കനെ നമുക്ക് ആ പേപ്പറിൽ നിന്ന് ഇത് ഒട്ടിയിട്ടുണ്ടാവും. ആ ഒട്ടിയ ഭാഗം പതുക്കനെ വലിച്ചെടുത്ത് പേപ്പറിനെ മറ്റേ സൈഡിലേക്ക് അടുത്ത ഡിസൈൻ ചെയ്യാൻ ഉള്ള സ്ഥലത്തേക്ക് അടിയിലേക്ക് നീക്കി വെക്കുക. അത് കഴിഞ്ഞ് അവിടെ ചെയ്യുന്നത് വേറൊരു വെഡ്ഡിങ് കാർഡിൻ്റെ വേറൊരു ഡിസൈനാണ്. ഈ ഡിസൈനാണ് ചെയ്യുന്നത്. അത് മേലെ നിന്ന് താഴെ വരെ സ്ട്രെയിറ്റായിട്ട് ലൈൻ മാതിരി സ്ട്രെയിറ്റായിട്ട് ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒന്നാമത് കാണിക്കുന്നത് ഞാൻ, ബാക്കിയും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതും വളരെ കെയർഫുള്ളായിരിക്കണം ചെയ്യണം. പിന്നെ വെഡ്ഡിങ് കാർഡ് നല്ല കട്ടിയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ പണി പാളും. അടിയിൽ പെയിൻറ്റ് മുഴുവൻ പേപ്പറിൻ്റെ ഉള്ളിൽ കൂടി തുണിയിലായിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി വൃത്തികേടാവും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, താഴെ വരെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം പെയിൻറ്റ് ആവാത്ത ഏതെങ്കിലും ഫെയ്ഡായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ബ്രഷ് എടുത്തിട്ട് അതിനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതുവരെ ഈ വർക്ക് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.